നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഖബറിലേക്ക് ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആരെല്ലാം നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, ആരെല്ലാം ദുആ പ്രതീക്ഷിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ഖസീദത്തുൽ ബുർദ 10 അധ്യായമാണ്. 3 അധ്യായം നമ്മൾ ചൊല്ലി. ഇനി 4ാമത്തെ ഫസ്ലാണ് നമുക്ക് ചൊല്ലാനുള്ളത്. ആ 4ാമത്തെ അധ്യായത്തിലെ അതിന്റെ കണ്ടന്റ്, അതിന്റെ ഇതിവൃത്തം, അതിന്റെ ആശയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനനം. ഇമാം ബുസൈരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അബാന മൗലിദുഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം അത് വെളിവാക്കിയിരിക്കുന്നു, അനാവരണം ചെയ്തിരിക്കുന്നു. അൻ ത്വയ്ബി ഉൻസുരിഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ കുടുംബ മഹിമ, അവിടുത്തെ പ്രപിതാക്കന്മാരുടെ കുലീനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് മനസ്സിലായി. അവിടുത്തെ കുടുംബ പരമ്പര എത്ര ശുദ്ധമാണ്. യാ ത്വയ്ബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി, യാ ത്വയ്ബ് എത്ര സുന്ദരമാണ്, എത്ര സൗഗന്ധികമാണ്, എത്ര മനോഹരമാണ്. മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി, ആ കുടുംബത്തിന്റെ തുടക്കവും അതിന്റെ ഒടുക്കവും. അതിന്റെ ഒടുക്കവും തുടക്കവും ഒടുക്കവും എത്ര മനോഹരമാണ്. ബുർദ നമ്മളിങ്ങനെ ചൊല്ലുമ്പോ ഒരു 4-5 വരിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കിതിൽ എന്താണ് പറയുന്നത് മനസ്സിലായി ചെല്ലുമ്പോൾ ആവേശം. ആ വരിയിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരുടെ ഉപ്പായുടെ പരമ്പര അത് എത്ര മഹോന്നതമാണ് എന്നാണ് ആ വരിയിൽ മഹാനവറുകൾ പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിതാക്കന്മാരിൽ ഒരാളിൽ നിന്ന് പോലും അവിഹിത ബന്ധം സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ കുടുംബത്തിൽ ഒരു പ്രവാചകൻ ജനിക്കുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം, അവസാനം അവിടുത്തെ പിതാവാകുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ A to Z എന്ന് എഴുതിയാൽ തുടക്കവും ഒടുക്കവും എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ളതൊക്കെ അതിൽ പെടും. അല്ലാഹു തആല മശ്രിഖിന്റെയും മഗ്രിബിന്റെയും റബ്ബാണ് എന്ന് പറഞ്ഞാൽ ആ മശ്രിഖും മഗ്രിബും മാത്രമല്ല, അതിനിടയിലുള്ളതൊക്കെ അതിൽ പെടും. അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തന്റെ പിതാവാകുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു വരെയുള്ള ആ കുടുംബ പരമ്പര അതെത്ര മനോഹരമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടക്കവും അവിടുത്തെ അവസാനവും എത്ര മനോഹരമാണ്. ആദ്യം അല്ലാഹു തആല പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂഹാണ്.
അങ്ങനെ അവസാനത്തെ പ്രവാചകനായി അവിടുന്ന് വരുമ്പോൾ എല്ലാ നബിമാരുടെയും നേതാവാൻ. യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമീ. തുടക്കം എത്ര സുന്ദരമാണ്, അവസാനം എത്ര സുന്ദരമാണ്. അബാന മൗലിദുഹു അൻ ത്വയ്യിബി ഉൻസുരിഹി യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമീ.